ഹായ് സുഖല്ലേ? ഇവളറിയോ നിങ്ങളെ ഷഹല ഷെറീന്? ഇവള് ചെയ്ത തെറ്റെന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയെയും കൊണ്ട് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വേറെ ഒരു കാമുകന്റെ കൂടെ ഒളിച്ചോടി എന്നുള്ളതാണ് ഇവള് ചെയ്ത തെറ്റ്. ഇതന്നെയാണ് ഇപ്പോൾ പല ആളുകളുടെയും കോണ്ടന്റ്. അതായത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു 4 ദിവസമായിട്ട് ഫുള്ള് ഇവരെ കുറിച്ചിട്ട് തന്നെയാണ്. ഞാൻ മനഃപൂർവ്വം ചെയ്യാതിരുന്നതാ, ഞാനും കൂടി ചെയ്തിട്ട് വെറുപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട്. സംഭവം ഞാൻ ഇത് ചെയ്യാത്തതിന്റെ മെയിൻ ഉദ്ദേശം എന്താ അറിയോ? കേരളത്തിൽ ആദ്യമായിട്ടല്ല ഒരു പെണ്ണ് ഒളിച്ചോടുന്നത്. ഇതിനൊക്കെ മുമ്പ്, അതായത് ഇപ്പോൾ ഇവളെ ഒളിച്ചോടി എന്ന് പറയുന്നത് ഇവളുടെ കുട്ടിയെയും കൊണ്ട് പിന്നെ വേറെ ഒരാളുടെ കൂടെ ഒളിച്ചോടി, അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, പ്രവാസിയായ ഭർത്താവ് ചതിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് സോഷ്യൽ മീഡിയയിലൂടെ. ഞാൻ അതിൽ നോക്കിയ മെയിൻ കാരണം എന്താ വെച്ചാൽ, മെയിൻ പോയിന്റ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവൾ ആ കുട്ടിയെ കൊണ്ട് ഒളിച്ചു ഓടി. അത് അവളുടെ ഇഷ്ടമാണ്, പോകുന്നെങ്കിൽ അത് പോട്ടെ എന്ന് വെക്കാം. അവൾ ആ കുട്ടിയെ ഒന്നും ചെയ്യാനോ അതല്ലെന്നുണ്ടെങ്കിൽ കായലിലോ കിണറ്റിലോ തോട്ടിലോ ഒന്നും ഉപേക്ഷിക്കാനോ ഒന്നും നിന്നിട്ടില്ല. ഭർത്താവിനെ വേണ്ടായിരുന്നു, അവൾ കാമുകന്റെ കൂടെ ജീവിക്കണം എന്ന് ആശിച്ചു, അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പോയി. ഇനി ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ എന്നുള്ളത് പലരും ഇതില് കമന്റ് എഴുതാൻ റെഡി ആയി നിൽക്കുന്നവരായിരിക്കും. അവരോടാ പറയുന്നത്. ഈ ഭർത്താവിനെ കുറിച്ചിട്ട് പൊതുവെ നല്ല അഭിപ്രായമല്ല കേൾക്കുന്നത്. എനിക്ക് നേരിട്ടിട്ട് അറിയാത്തത് കൊണ്ടാണ്. അതായത് ആദ്യത്തെ 4 ദിവസം ഭയങ്കര സാഡ് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഭർത്താവിന്റെ ഫോട്ടോ ഒക്കെ വെച്ചു. 5-ാമത്തെ ദിവസം ഇതബ്ബം പോക്കാത്രേ, ഇവ അങ്ങനെ ചെയ്യത്രേ, ഇവൻ വെറും കള്ളുടിയനാത്രേ, അങ്ങനത്തെ ഇങ്ങനത്തെ വേറൊരു ടീമും ഇറങ്ങി. അപ്പൊ പിന്നെന്ത് ചെയ്തു? ആദ്യം വരെ ചെയ്ത ആളുകൾ തന്നെ പിന്നെ ഭർത്താവിന്റെ പുറകെ പോക്ക് തുടങ്ങി. അപ്പൊ ഇതാണ് അവസ്ഥ. നമ്മളൊരു കാര്യത്തെ കുറിച്ചിട്ട് വ്യക്തത ഇല്ലാതെ എന്തെങ്കിലും തോന്നിയത് അങ്ങനെ വിളിച്ചു പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷഹല എന്ന് പറയുന്ന ഈ പെണ്ണ് ആദ്യമായിട്ടാണ് നമ്മളെ കേരളത്തിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം നടത്തിയ പോലെയാണ് ഇപ്പൊ ഉള്ള ആളുകളുടെ സംസാരം. ഇതിനൊക്കെ പുറകിലൊരു കഥ ഉണ്ടാവും. വെറുതെ ഒരു പെണ്ണങ്ങോട്ട് ഒളിച്ചോടൊന്നുമില്ലല്ലോ. അതായത് ഇപ്പൊ പല ആളുകളും, അതായത് 100 പേര് പറഞ്ഞു ഭർത്താവ് മോശമാണെന്നുള്ളത്, എന്തെങ്കിലും ഒന്നെങ്കിലും ഒരാളെങ്കിലും ശരി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ആ വീഡിയോസ് കുറെ കണ്ടു. അപ്പോൾ ഇവൻ മദ്യപിക്കുന്ന ഒരാളാണ്, പിന്നെ അതുകൊണ്ട് നല്ല ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ ഷഹല എന്ന് പറയുന്ന പെണ്ണിന്റെ ഒരു കൂട്ടുകാരിയുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം കൂട്ടുകാരിനെ പുറത്തും വിട്ടിരിക്കണു. ആ സമയത്ത് ഈ ഷഹല ഈ കൂട്ടുകാരിയോട് പറയുന്ന വിഷയങ്ങൾ എന്താ വെച്ചാൽ, അവളുടെ കഷ്ടപ്പാടും അവൾ ഇടങ്ങാറാവുന്നതും അവളെ നോക്കാത്തതും ഇതിനെ കുറിച്ചിട്ടുള്ള കുറേ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവളോട് ചോദിച്ചാൽ, ഈ ഷഹലാനോട് ചോദിച്ചാൽ അവൾക്ക് പറയാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളത്. എന്ത് കാരണമാണെങ്കിലും ഈ ഭർത്താവ് നിലനിൽക്കെ അവൾ പോയത് തെറ്റന്നെ. അതിനെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ കഴിയൂല. ചില വീട്ടുകാരുടെ പ്രശ്നം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ചിട്ട് ഭാര്യ വന്ന് പറയുമ്പോൾ അത് സത്യമാണോ അസത്യമാണോ എന്ന് പോലും അന്വേഷിക്കാതെ പിന്നെ അങ്ങനെയൊക്കെ സഹിച്ച് നിന്നേ പറ്റൂ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ എന്തിനൊരു സത്യാവസ്ഥ ഉണ്ടാകുമല്ലോ. സാധാരണയാണ് ഇപ്പോൾ ഈ വിഷയം സംസാരിക്കുന്നതും ഈ വിഷയം ഷെയർ ചെയ്യുന്നതും 3 കാമുകനും അതല്ലെന്നുണ്ടെങ്കിൽ 4 കാമുകയുള്ള ഒരാളായിരിക്കും. ഓനാ പറയുന്നത്, എന്നാലും ആ ഷെയർ ചെയ്തത് ഒട്ടും ശരിയായില്ല, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇത് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ആളുകളാണ് മിക്കതും, എല്ലാവരും അല്ലാട്ടോ പറയുന്നത്. അപ്പോൾ ഈ ഒരു സമൂഹത്തിൽ ഇതൊന്നും വലിയൊരു വിഷയമായിട്ട് അല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു ഹൈലൈറ്റ് ആക്കി കൊടുക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഞാൻ സമാധാനിക്കുന്ന കാര്യം ഇതിലെ ഏറ്റവും വലുത് ആ കുഞ്ഞിനൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ളതാ. അത് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. ഷഹല പോവുകയെ പെരിയെ പിന്നെ മരിക്കേ ജീവിക്കേ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അപ്പൊ ഭർത്താവിന്റെ ഭാഗത്തുനിന്നുള്ള പിന്നെ സുഖം കൊണ്ടും സൗകര്യം കൊണ്ടും പോയതാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്തും ചെയ്യാം. പക്ഷെ ഇവളുടെ സ്വന്തം കൂട്ടുകാരി തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു കോൾ റെക്കോർഡ് പുറത്ത് വിട്ടപ്പോ ഇത് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് തോന്നി. വെറുതെ എല്ലാവരും ആ പെണ്ണിനെ കുറ്റം പറഞ്ഞു, ഞാനും കൂടി ഒന്നാണ് പറയട്ടെ എന്നുള്ള ആ ഒരു തീരുമാനത്തോട് എനിക്കെന്തായാലും യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ പെണ്ണിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാതിരുന്നത്. ഇനിയിപ്പോ ഈ വീഡിയോ കേട്ടാൽ നീ ഇപ്പൊ അവളെ ന്യായീകരിക്കുകയാണോ എന്ന് ചോദിക്കുന്നവരോട്, ന്യായീകരിക്കാനും ഞാനുമില്ല. ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അവള് പോകുമ്പോ അവളുടെ കുഞ്ഞിനെയും കൊണ്ടാ പോയത്. കേരളത്തിൽ ആകെ പ്രശ്നം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഷഹലയും കുട്ടി ഒളിച്ചോടിയതാണ്, ഭർത്താവിനെ ഉപേക്ഷിച്ചത് എന്നുള്ള മാതിരിയാണ് ഇപ്പൊ ചില ആളുകളുടെയൊക്കെ വീഡിയോയും പോസ്റ്റും ഉള്ളത്. അപ്പോ അതുകൊണ്ടൊന്ന് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് കുറച്ച് ആളുകളെ കാണിച്ചു തരാം. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ലേ, അതിക്ക് സെലക്ഷൻ ചെയ്ത ആളുകളൊന്നും അല്ല ഇതെന്താ അറിയോ? ടീച്ചറുണ്ട്, മാഷുണ്ട്, എല്ലാ കുടുംബിനികളും ഉണ്ട്, നല്ല തറവാട്ട് പറന്നവരുണ്ട്. ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, MDM ആയിട്ട് പൊക്കിയതാ. ഈ തൂഫാനില് കണ്ടില്ലേ? എന്താ മുഖം, എന്താ പോലെയൊക്കെ ഒരു എന്താ ശുഷ്കാന്തി. അപ്പോ
ഇതൊക്കെ ഇവിടെ നിർത്തിയിട്ട് ഇപ്പൊ ഷഹലയുടെ പിന്നാലെ ഇങ്ങനെ പോണ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇവരൊന്നും ചെയ്ത അത്ര തെറ്റൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇവരൊക്കെ ചെയ്തിക്കണ എന്താ, നല്ലൊരു എന്താ പറയാ, ഒരു അധ്യാപകൻ എന്നൊക്കെ പറഞ്ഞ് മക്കളെ നേർവഴിക്ക് നയിക്കേണ്ട ആളുകളാണ് MDMന്റെ കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഇവരെ അടുത്ത് കുട്ടികളെ സംരക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നത് അല്ലെ? അപ്പോ ചില കുട്ടിയെയും കൊണ്ടാണ് പോയി എന്ന് പറയുന്നവരോട് ആ കുട്ടിയെ അവളെ അടുത്ത് സുരക്ഷിതമായിട്ട് അവൾ തന്നെ സൂക്ഷിച്ചു വെക്കുന്നുണ്ടല്ലോ, ആരുടെ കൂടെ പോയി എന്ത് ചെയ്തു എന്നുള്ളതല്ല. അപ്പൊ അതും ഇതും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളൊക്കെ ഷെയർ ചെയ്യേണ്ടതും നിങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യേണ്ടത് ഈ പോസ്റ്റാണ്. അല്ലാതെ മതി പാകത്തിന് പറഞ്ഞു എങ്ങനെ ചില സംഭവം ചെയ്തത് ന്യായീകരിക്കാനൊന്നും നമുക്ക് ആർക്കും കഴിയൂല. പക്ഷെ അവളുടെ പ്രശ്നം എന്താണ്, അവൾ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നറിയാൻ ശ്രമിക്കാതെ ഈ ഭർത്താവിന്റെ കണ്ണീരും ഭർത്താവിന്റെ പ്രവാസവും അതിലിടയ്ക്ക് വേറെ കുറെ ആളുകൾ കമന്റ് ഇട്ടതും കണ്ടു. എങ്ങനെ അല്ലെങ്കിലും ഈ 90% പ്രവാസികളുടെ ഭാര്യമാര് ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഞാനും എൻ്റെ വൈഫും ഒരു പ്രവാസിയുടെ ഭാര്യയാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യ അങ്ങനെയാണെന്ന് വിശ്വസിക്കണോ? അപ്പൊ ഈ പറയുന്നവന്റെ ഭാര്യ അല്ലെങ്കിൽ ആ കമന്റ് എഴുതിയവന്റെ ഭാര്യ അങ്ങനെയാണെന്ന് വെച്ചിട്ട് എല്ലാവരുടെ ഭാര്യമാരും അങ്ങനെയൊന്നും അല്ല. മനസ്സിലായോ? സത്യസന്ധമായി ജീവിക്കുന്ന കുടുംബത്തിൽ പിറന്ന് ജനിച്ച കുറേ ആളുകളും ഈ പ്രവാസികളുടെ ഭാര്യയായിട്ട് ഇന്നും ഉണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു ആഗ്രഹം കൊണ്ട് നടക്കുന്ന ആളുകളൊന്നുമല്ല. അതായത് ഈ വിഷയം പ്രവാസികളുടെ ഭാര്യമാരുടെ നെഞ്ഞത്തേക്ക് കയറുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷഹലാലിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഷഹലാലിനെ സപ്പോർട്ട് ചെയ്തിട്ടോ ന്യായീകരിച്ചിട്ടോ അല്ലെങ്കിൽ അവൾ ചെയ്തത് എന്തോ നല്ല കാര്യമാണോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും അല്ല. തെറ്റന്നെ. 1 രൂപ കട്ടവനും 1 കോടി രൂപ കട്ടവനും കള്ളൻ തന്നെയാണ്. അതില് തൂക്കം അളവിലല്ല വ്യത്യാസം. കള്ളൻ എന്നുള്ളത് രണ്ടും സെയിമ, ഒരേ പദവിയാണ്. അതുപോലെ തന്നെ അവൾ തെറ്റ് ചെയ്തു, പക്ഷെ അവളുടെ തെറ്റിലും അവൾക്ക് ന്യായീകരിക്കാനും അവൾക്ക് പറയാനും കാരണങ്ങൾ ഉണ്ടാകും. അത് കേൾക്കുന്നവർ കേൾക്കുക, അതല്ലെങ്കിൽ അവള് പറയാൻ ആഗ്രഹിക്കുന്നവരെ അവർ പറയട്ടെ. സോഷ്യൽ മീഡിയ എല്ലാത്തിനും വിധി എഴുതണം എന്നൊന്നും നമുക്ക് അങ്ങനെ കടുപ്പിച്ച് പറയാൻ പറ്റൂലല്ലോ. അതിനുപരി ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം എല്ലാ പ്രവാസികളുടെ ഭാര്യയെയും ചേർത്ത് പറഞ്ഞപ്പോ ഞാനും ഒരു പ്രവാസിയാണ്, എനിക്കും ഉണ്ട് ഭാര്യയും മക്കളും എന്നുള്ള ഒരു വേദനയിൽ ഞാൻ പറഞ്ഞതാണ്. പൊതുവെ പണ്ട് തൊട്ടന്നെ ഉള്ള ഒരു ചൊല്ലാണത്. പ്രവാസികളുടെ ഭാര്യമാരടുത്തേക്ക് അങ്ങനത്തെ ഒരു ചൊവ്വയോടെയുള്ള നോട്ടവും സംസാരവും ഒക്കെ ആയിട്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട്. അത് ഇന്നത്തെ കാലത്തല്ല, ഈ 2026 അത് ഉണ്ടല്ലോ എന്നാണ് ആലോചിക്കുന്നത്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ടൊരു ഓട്ടോറിക്ഷ കയറി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ എത്ര പ്രാവശ്യം റിസർവായി എന്നൊക്കെ ആയിരുന്നു ചോദിച്ചിരുന്നത്. ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ടൊക്കെ ചോദിക്കുക, നീ ഇന്ന് ഓട്ടോയിലാണോ പോയത്? ഓട്ടോ എത്ര പ്രാവശ്യം റിസർവായി. ഈ റിസർവ് എന്ന് ഉദ്ദേശിക്കണം എന്താ വെച്ചാല്, ഈ പണ്ടത്തെ ഓട്ടോ പെട്രോൾ വണ്ടിയാ, ഇങ്ങനെ ഒരു കൈയിട്ടിട്ടുണ്ട് ഒരു തിരിക്കല്. അത് ചില ആളുകൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. അത് ഡ്രൈവർമാർ ചെയ്യും. അവ എന്താവും, ഇത് എത്ര പ്രാവശ്യം സംഭവിച്ചിരിക്കണു എന്ന് ഭർത്താവിന് അറിയേണ്ടി വരും, അതല്ലെങ്കിൽ അയൽവക്കക്കാർക്ക് അറിയേണ്ടി വരും, അതല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ വീട്ടിൽ ആർക്കെങ്കിലും അറിയേണ്ടി വരും. അത്തരത്തിൽ മനസ്സ് വേദനിച്ച് ജീവിച്ചിരുന്ന കുറേ പ്രവാസികളുടെ ഭാര്യമാരുണ്ടായിരുന്നു പണ്ട് കാലത്ത്. അതൊന്ന് ഹൈടെക് ആയി മാറി. ഇപ്പൊ എന്തായി, ഇപ്പൊ വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞ സോഷ്യൽ മീഡിയയിലേക്കായി. അപ്പൊ അത് വഴിയാണ് ഓല് എല്ലാ പ്ലാനും ഇടുന്നത്, എല്ലാതും ചെയ്യുന്നതും. എന്നിട്ടാണ് ഒളിച്ചോട്ടം കാര്യങ്ങളും എന്നുള്ള മാതിരിയാണ് ഇപ്പൊ സംസാരം. ചെയ്യുന്നവരുണ്ടാവും, ചെയ്തോട്ടെ, അതിന് നമുക്കൊന്നും പറയാൻ കഴിയൂല. പക്ഷെ അതിന്റെ പേരില് മറ്റൊരാളുടെ ജീവൻ എടുക്കാനോ മറ്റൊരാളുടെ ജീവൻ നശിപ്പിക്കാനോ നമുക്ക് അധികാരമല്ല. ഇനിയെങ്കിലും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, പണ്ടത്തെ പ്രവാസികളല്ല ഇപ്പോഴത്തെ പ്രവാസികൾ. ഇന്ന് വരണം തോന്നിയ മിനിമം ഒരു 4 മണിക്കൂർ മതി ആ ആൾക്ക് ഇവിടെ എത്താം. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. പണ്ടത്തെ കാലത്ത് പറഞ്ഞ ഒരു ഗൾഫിക്കൊക്കെ പോകുമ്പോൾ യാത്ര പറഞ്ഞ് പോവുക എന്നുള്ളത് ഒരാളെ മരിച്ചു കൊണ്ടുപോകുന്ന മാതിരിയാണ്. വന്നാ വന്നു, പോയാ പോയി, കണ്ടാ കണ്ടു, ഇതായിരുന്നു. ഇന്ന് അങ്ങനെയാണോ? അല്ല. എന്നിട്ടും പ്രവാസികളുടെ ഭാര്യമാർക്ക് ഒരു മാറ്റമല്ല. ഓല അങ്ങനെ തന്നെ. ഓല് ഭർത്താവില്ലാത്തതിന്റെ പേരിൽ ഓലൊരു മോശം പെണ്ണായി ജീവിക്കുക എന്ന് ഉള്ള ഒരു ധാരണയാണ് പല ആളുകൾക്കും. അത് പഴഞ്ചൻ ആളുകൾ ഇപ്പോഴും ഉണ്ട് ഈ സമൂഹത്തിൽ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ്. അപ്പൊ അത്തരത്തിലുള്ള കമന്റ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവരൊക്കെ ഫാഷൻ ഷോക്ക് വേണ്ടിയിട്ടുള്ള ആളുകളല്ല. ഈ അധ്യാപകരെ ഇവരൊക്കെ ഞാൻ ഫോട്ടോ കാണിച്ചു തന്നല്ലോ. ഇവരൊന്നും ഫാഷൻ ഷോക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളല്ല. ഇത്തരം ലഹരി കച്ചവടങ്ങളിൽ കേരള പോലീസ് പിടിക്കപ്പെട്ട സ്ത്രീകളാണ്.
ആ സ്ത്രീകളെ എല്ലാം മാറ്റി നിർത്തിയിട്ട് ഈ ഷഹലയുടെ പിന്നാലെ മാത്രം ഇങ്ങനെ പോണ കണ്ടപ്പോൾ ഞാനൊന്ന് ചെയ്യാന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്തതാ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ ഷഹലാനെ സപ്പോർട്ട് ചെയ്തു, ഷഹലാക്ക് വേണ്ടി ന്യായീകരിച്ചു എന്നൊന്നും പറയണ്ട. ഈ ഷഹല എവിടെ ഉള്ളതെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ അവളെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ ഒരു ന്യൂസ് പറയുന്നത് കേട്ടപ്പോൾ ഈ ന്യൂസും തമ്മിലൊന്ന് കമ്പയർ ചെയ്തപ്പോൾ ഞാനാണ് പറഞ്ഞു പോയതാ. അതിലുപരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രവാസികളുടെ ഭാര്യയുടെ നെഞ്ഞത്തേക്ക് കയറിയപ്പോൾ ചെയ്യണം എന്ന് അത്രയും എനിക്ക് വാശിയായി. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഞാൻ പറഞ്ഞത് മാത്രം ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. എന്നാ ഓക്കെ.